മാഞ്ചസ്റ്ററിൽ നിന്ന് കോൺവോളിലേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളത്. കുറേ ഹോട്ടലുകൾ സെർച്ച് ചെയ്തിട്ട് അവസാനം ബുക്ക് ചെയ്തൊരു ഹോട്ടൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അത് കോൺവോളിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ കൂടുതൽ ദൂരം ഉണ്ടായിരുന്നു. സമ്മർ ടൈം ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു നല്ല റേറ്റിലൊരു സ്റ്റേ കിട്ടാനായിട്ട്. അങ്ങനെ സെർച്ച് ചെയ്ത് ഗൂഗിളിൽ കൂടെ വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പാർക്ക് ഹോളിഡേയ്സിൻ്റെ സൈറ്റിൽ കൂടിയാണ് ഈ ഗ്ലാമ്പിംഗ് ബോർഡ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലാമ്പിംഗ് ബോർഡിലെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇതാണ് ഗ്ലാമ്പിംഗ് ബോർഡിൻ്റെ ഇൻസൈഡ്. ഒരു ഡബിൾ ബെഡും അതുപോലെ തന്നെ ഒരു സോഫ സെറ്റും ഉണ്ട്. ആ സോഫ സെറ്റ് നമുക്ക് ബെഡായിട്ട് നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ കിച്ചണും ഷവർ റൂമും ടോയ്ലറ്റും ഒക്കെ ആയിട്ട് കുഴപ്പമില്ലാത്തൊരു സ്റ്റേ തന്നെയായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ മാക്സിമം 2 മണിക്കൂർ ദൂരമൊക്കെ കോൺവോളിലെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിലേക്കും ഉണ്ടായിരുന്നുള്ളൂ. അത് സമ്മർ ടൈം ആയതുകൊണ്ട് പ്രൈസ് കുറച്ച് വേരി ചെയ്തിട്ടാണ് എല്ലാ ടൈമും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഗൂഗിളിൽ കൂടെ ആദ്യമായിട്ട് അറിയാത്തൊരു സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിങ്കിങ് ആണ് എവിടെയൊക്കെ പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കോൺവോൾ പോയപ്പം ആദ്യത്തെ ദിവസം പ്ലാൻ ചെയ്ത് പെൻസസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാമെന്നാണ്. അവിടെ മെയിനായിട്ട് ഞങ്ങൾ മാപ്പ് നോക്കിയപ്പോൾ കണ്ടത് ലാൻസെൻ്റെ മിനാക് തിയേറ്റർ, അതുപോലെ തന്നെ അതിനടുത്തൊരു പോത്തിക്കർണ ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ചും ഉണ്ട്. അത് മൂന്നും കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ലാൻസെൻഡിൽ ടിക്കറ്റ് ഫ്രീ ആണ്, പക്ഷേ പാർക്കിങ്ങിന് ചാർജ് ഉണ്ട്. അതുപോലെ തന്നെ അത് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് പ്ലേസസ്. ഞങ്ങൾ പോയത് നേരെ സൈൻ പോസ്റ്റിലേക്കായിരുന്നു. അവിടെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഏകദേശം 10.99 പൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിന് നേരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ലാൻസെൻഡ്. നേരെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിഫ്രഷ്മെൻറ്റ് ഹൗസ് എന്ന് പറയുന്ന അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മിനാക് തിയേറ്ററിലേക്ക് പോയി. മിനാക് തിയേറ്ററിലേക്ക് നേരത്തെ ടിക്കറ്റ് എടുക്കാത്ത കാരണം അവിടെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ പോത്തിക്കർണ ബീച്ചിലോട്ട് പോയി. അപ്പോൾ മിനാക് തിയേറ്ററിലേക്ക് പോകുന്നവരാണെങ്കിൽ സമ്മർ സീസണിൽ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ, അല്ലാതെ അവിടെ കയറാൻ പറ്റില്ല. അവരപ്പം തന്നെ തിരിച്ചു വിടും. പോത്തിക്കർണ ബീച്ച് നല്ലൊരു ബീച്ചായിരുന്നു. എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ബീച്ച്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അന്നത്തെ ട്രിപ്പ് ലാൻസെൻഡിൽ നിന്ന് വെറും 15 മിനിറ്റ്സേ ഉള്ളൂ മിനാക് തിയേറ്ററിലേക്ക്. അപ്പോൾ മിനാക് തിയേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പോത്തിക്കർണ ബീച്ച്. ഇനി നാളെ ഞങ്ങൾ സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിലേക്കാണ്. ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് കോൺവോളിൽ. ഇന്നലെ മിനാക് തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടാത്തതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ സൈറ്റിൽ നോക്കിയപ്പോൾ മെനു എന്ന് പറയുന്ന ഓപ്ഷനിൽ തിയേറ്റർ ആൻഡ് ഗാർഡൻ വിസിറ്റിംഗ് കൂടാതെ കം ടു ഷോ, ഗൈഡഡ് ടൂർ അങ്ങനെ കുറേ ഓപ്ഷൻസ് കണ്ടു. അങ്ങനെ ഒരു ഷോയ്ക്ക് ഒരു ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. അത് ഞങ്ങൾ ഇന്നത്തേക്ക് 4 PM ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രാവിലെ സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിലേക്കാണ് വന്നത്. സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിൽ 3:30 വരെ സ്പെൻഡ് ചെയ്തു. ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴത്തേനും 3:30 ആയി. അങ്ങനെ അതിൽ ബീച്ചിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ മിനാക് തിയേറ്ററിലേക്ക് യാത്ര പുറപ്പെട്ടു. മിനാക് തിയേറ്ററിൽ സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിൽ നിന്ന് 34 മിനിറ്റ്സ് ആണുള്ളത്. അങ്ങനെ മിനാക് തിയേറ്ററിൽ ഒരു 4:30 ആയപ്പോഴത്തേനും എത്തി. ഷോ ഓൾറെഡി 4 PM ആയപ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നല്ലൊരു ഷോ ആയിരുന്നു. ഇത് UK ഓപ്പൺ എയർ തിയേറ്ററാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നൊരു തിയേറ്ററാണിത്. ഓപ്പൺ എയർ തിയേറ്റർ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിയേറ്ററിൽ നിന്ന് ഒരു ഷോ കാണുന്നത്. നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നോക്കുമ്പോഴത്തേനും സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിൽ ലോ ടൈഡ് ആയിരുന്നു. ഇങ്ങനെ നേരെ വീണ്ടും സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിൽ പോയി ഒരു 8 PM വരെ അവിടെ. ഇനി ഞങ്ങളുടെ തേർഡ് ഡേ ആണ് കോൺവോളിൽ. ഇനി ഞങ്ങൾ ടിൻഡാഗൽ കാസ്റ്റിലും അതുപോലെ തന്നെ സെൻറ്റ് ആൻറ്റൺസ് വാട്ടർഫോളിലേക്കുമാണ് പോകുന്നത്. എല്ലായിടത്തും ഉള്ളതുപോലെ ടിൻഡാഗൽ കാസ്റ്റിലിൽ കാർ പാർക്കിന് ഫീസുണ്ട്, അതുപോലെ തന്നെ എൻട്രി ഫീസും ഉണ്ട്. നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ദൂരം നടന്നു കഴിഞ്ഞിട്ടാണ് കാസ്റ്റിലേക്ക് എത്തുന്നത്. ഇത് അവിടുത്തെ ബ്രിഡ്ജാണ്. ഇത് സീയുടെ മുകളിലുള്ളൊരു ബ്രിഡ്ജാണ്. ഇത് അവിടുത്തെ ഒരു ഫേമസ് എൻട്രിയാണ്. അങ്ങനെ ടിൻഡാഗൽ കാസ്റ്റിൽ കുറേ ദൂരം നടന്നതിന് ശേഷമാണ് നമ്മൾ ഈ കിങ് ആർതറിൻ്റെ സ്റ്റാച്യൂവിൻ്റെ അവിടെ എത്തിയത്. അവിടെ നല്ല ക്യൂ ആയിരുന്നു. എന്നാലും ക്യൂ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെയും അവിടെ കുറേ ദൂരം നടന്ന് അവിടെ മൊത്തം കണ്ടിട്ടാണ് തിരിച്ച് പോകുന്നത്. കുട്ടികളെയും കൊണ്ടൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും, അത്രയും ദൂരം നടക്കാൻ തന്നെയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ സെൻറ്റ് ആൻറ്റൺസ് ഗ്ലെന്നിലേക്ക് പോന്നു. 12 മിനിറ്റ്സാണ് അവിടെ നിന്ന് സെൻറ്റ് ആൻറ്റൺസ് ഗ്ലെന്നിലേക്ക്. അവിടെയും അഡ്മിഷൻ ഫീസുണ്ട്. അവിടെ നിന്ന് നമ്മൾ കാർ പാർക്കിങ്ങിന് അവിടെ നിന്ന് നിയർലി 1/2 hour നടന്നിട്ടാണ് ആ വാട്ടർഫോളിൻ്റെ അവിടെ എത്തുന്നത്. പോകുന്ന വഴിക്ക് ഇതേപോലെ തടിയിൽ നമ്മൾ വിഷ് ചെയ്ത് കോയിൻസൊക്കെ വെക്കാൻ പറ്റുന്ന ഇതുണ്ട്. വലിയൊരു കാട് പോലെയുള്ളൊരു സ്ഥലത്തൂടെയാണ് ഇത് പോകുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറേ കുഞ്ഞു കുഞ്ഞു അരുവികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഈ വാട്ടർഫോളിലേക്ക് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങളെത്തി. നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോളാണ്.
കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോന്നു. ഇന്ന് മൊത്തം ഏകദേശം